ഫൈനലി നമ്മൾ മലപ്പുറത്ത് ചേച്ചിയുടെ അല്ല മലപ്പുറത്തെത്തി. ഇനി നമ്മളിപ്പം പോകുന്നത് ചേച്ചി നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ആ സർപ്രൈസ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ്. അതായത് നമ്മളൊരു കുന്നിലോട്ട് ഇങ്ങനെ വണ്ടി കേറി പോന്ന്. അയ്യോ ആ കുന്നൊന്ന് കാണിക്കട്ടെ. കണ്ട വണ്ടിയുടെ പാർക്ക് ചെയ്തു. നമ്മള് നടന്നു പോന്നു. ഓ മൈ ഗോഡ്, മാളി ചേച്ചിക്ക് വഴി അറിഞ്ഞുകൂടെന്നാണ് പറഞ്ഞു വരുന്നത്. അവിടെ ഒരു പശു ഉണ്ട്. ഇപ്പൊ നമ്മളൊരു വണ്ടിയിൽ ആൾക്കാരെ എത്തിയിട്ടുള്ളു. ആർച്ചി ലക്ഷ്മി നേരത്തെ ഇവിടെ എത്തി. ഇനി ബോയ്സ് വേറൊരു വണ്ടിയില് അങ്ങ് കിടക്കുന്നേ ഉള്ളൂ. എപ്പോഴേലും ഇനി എത്തുമായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ അനുമാനിക്കാം. മോളയാ എത്തി. നിക്ക് തുറക്കല്ല. ഹായ്. ചുമ്മാതല്ല മാളി ചേച്ചി സർപ്രൈസ് ആക്കിയത്. ഹായ്. ഇതെന്ത് മുളയിലെന്താ? രണ്ട് അന്തേവാസികൾ വരുന്നു. മൈൻഡാക്കണ്ട. അന്തേവാസികൾ വരുന്നു ഗൈസ്. അന്തേവാസികളെ മൈൻഡാക്കണ്ട. അവര് നമ്മളെ മൈൻഡാക്കാൻ നടക്കുമെന്നു കേട്ടോ. വാഷ്റൂമാണ് ഹൈലൈറ്റ്. ഇല്ല നമ്മൾ ആർച്ചി ലക്ഷ്മിയെ കണ്ടുമുട്ടി. ആർച്ചി നീ ബാക്കിലോട്ട് മറിയരുത്. ഡ്രസ് മാറിയിട്ട് ചെയ്യണ്ട. ഇങ്ങനെ ഇട്ടിരിക്കുന്ന സമയത്ത് അടിയുന്നൊരു ചീങ്കണ്ണി ഇങ്ങനെ കയറിയാണ്. ചീങ്കണ്ണി എന്ന് വെച്ചാൽ മുതലയുടെ വേറൊരു ടൈപ്പ്. ഗൈസ് നമ്മൾ എവിടെ പോന്നു? നമ്മൾ മഡ് ബാത്ത് ചെയ്യാൻ പോന്നു.
സോ നമ്മൾ മഡ് ബാത്തിങ് ചെയ്തിട്ട് നേരെ പോണ്ടിലോട്ടാണ് പോയത്. പോണ്ടെന്ന് പറയുമ്പോൾ ഒരു 5 അടി എങ്കിലും ആഴം കാണും. അപ്പോൾ സ്വിമ്മിങ് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ അത്ര കൂളായിട്ട് നിൽക്കാൻ പറ്റൂ. സ്വിമ്മിങ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് സേഫ് ജാക്കറ്റ് തരും. അപ്പോൾ സേഫ് ജാക്കറ്റ് ഇട്ട് മാത്രമേ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ അവർ ഇറക്കത്തുള്ളൂ. അപ്പോൾ കൂടെ ഒരു സ്റ്റാഫും എപ്പോഴും നമ്മുടെ കൂടെ കാണും. മഡ് ബാത്തിങ് എന്ന് പറയുന്നത് അതൊരു ക്ലേയിൽ, നിങ്ങൾ കണ്ടില്ലേ, ആ ക്ലേയിലാണ് കംപ്ലീറ്റ്. പക്ഷെ നല്ല രസമായിരുന്നു. അപ്പം കുറേ പേർക്കിന് ഡൗട്ട് കാണും, ലൈക്ക് ഇതിലെന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് അസുഖങ്ങളുണ്ടാവും. അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞങ്ങളെല്ലാവരും കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. കാര്യം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതല്ലേ, അപ്പോൾ എന്തായാലും അതിനകത്തൊരു മരുന്ന് എന്തായാലും ഉണ്ട്. സോ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല. കാര്യം എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. അപ്പോൾ അവരാണ് കംപ്ലീറ്റ് വെള്ളത്തിൽ ഇറങ്ങിയത് മൊത്തം. അപ്പം പോണ്ടിൽ എൻജോയ് ചെയ്തത് കംപ്ലീറ്റ് അവരായിരുന്നു. എനിക്ക് വീഡിയോ എടുത്ത് കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഗൈസ് നമ്മുടെ ഡോർമെട്രി. ഇവിടെയാണ് നമ്മളെല്ലാവരും കിടക്കുന്നത്. നമ്മൾ വന്നതിന് ശേഷം എല്ലാം അലങ്കോലമായി കിടക്കുന്നു. ആർച്ച് ഗൈസ് നമ്മൾ മഡിലൊക്കെ കളിച്ച് പൂളിലൊക്കെ ഇറങ്ങി. പൂളിൽ ഞാൻ ഇറങ്ങിയില്ല കേട്ടോ, അതൊക്കെ ഒരു കഥനൊക്കെ ഞാൻ വിശാലമായ ഒരു വ്ളോഗിലായിട്ട് പറയാം. ഇനി നമ്മളിവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നത്, എൻ്റെ കൂടെ ആരാ നോക്കി, ഹായ് ലച്ചു. ഇനി ഞാൻ കാണിച്ചു തരാം ആൾക്കാരെ. അമ്മുച്ചേച്ചിയുണ്ട്, മീനും ഉണ്ട്, ആർച്ചയുണ്ട്, മനുണ്ട്. അമ്മുച്ചേച്ചി ആണെങ്കിൽ രാഹുലണ്ണ ഇല്ലാത്തതുകൊണ്ട് അവർക്കിപ്പം കൈ പിടിച്ച് നടക്കാൻ പറ്റുന്നുണ്ട് വിഷമത്തിൽ. രാഹുലണ്ണനെയും ധീരചേട്ടനെയും കാണുന്നില്ല, ഏതോ ഉദാമിൽ പോയെന്തോന്ന്. ഫുൾ എല്ലാവരും വാം ലൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാമല്ലേ? എവിടാണ് ക്യാമ്പ് ഫയർ ഒക്കെ? ഇതാണോ ഇവരുടെ ഈ കെട്ടുകളിലൂടെ നമ്മൾ നടന്ന് പോകുമ്പോൾ സമുച്ചേച്ചിയുടെ ലക്ഷ്മിയുടെ ബർത്ത്ഡേ നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നു. സർപ്രൈസ് ആക്കി. സർപ്രൈസ് അല്ലേ അമ്മു ചേച്ചി? ഇമോഷണൽ ആവാത്തത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മു ചേച്ചി ആൻഡ് ലക്ഷ്മി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അവർ ഭയങ്കര ആ ഒരു അനിയത്തി ചേട്ടത്തി ബന്ധം ദൃഢമാക്കാൻ പരസ്പരം കേക്കുകൾ കൈമാറി. തുടർന്ന് ഇതും കാണുമോ? അതാ കേക്ക് കൈപ്പറ്റാൻ ഭർത്താവ് അടുത്ത് ചെന്നിരിക്കുന്നു. ഭർത്താവിന് കേക്ക് കൊടുക്കുമോ? അല്ല, കൊടുത്തു. അതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഗൈസ്, ഇടയ്ക്ക് കേൾക്കുന്ന നോയിസ് ഫ്ലൈറ്റ് പോകുന്നതാണ്. ഫ്ലൈറ്റ്